രചന ചോട്ടുപാത്രം. റിട്ടൻ ബൈ മിഴി മഹാദേവ്. പ്രസന്റേഷൻ ശ്രീ. എഡിറ്റിംഗ് സച്ചിൻ. അടഞ്ഞുപോയ മിഴികൾ ആയാസപ്പെട്ട് തുറന്നുകൊണ്ടവൾ ചുറ്റും നോക്കി. പകലാണ്. അത് മിഴികളിൽ കുത്തിക്കയറിയ അരുണകിരണങ്ങൾ തെളിയിച്ചു. കുറേയേറെ ഉറങ്ങിപ്പോയോ താൻ? അവൾ അതിശയിച്ചു. അതിനാലാവാം പ്രകാശത്തോട് യോജിക്കാൻ തൻ്റെ കണ്ണുകൾ മടിക്കുന്നത്. ഒന്നു രണ്ടു വട്ടം ചിമ്മിത്തുറന്നവൾ കണ്ണുകളെ പ്രകാശത്തോട് പൊരുത്തപ്പെടുത്തി. കണ്ണിലെ നീറ്റൽ അല്പം കുറഞ്ഞപ്പോൾ അവൾ ചുറ്റും തൻ്റെ മിഴികൾ ഓടിച്ചു. ഒരു മുറിയാണ്. തൻ്റെ മുറിയല്ല. മുറിയോട് ചേർന്നുള്ള ജനൽപ്പാളികൾ തുറന്നിട്ടിരിക്കുന്നു. അതിനുള്ളിലൂടെ പലതരം ചെടികളും മരങ്ങളും അവൾക്ക് കാണാനായി. ചില ചെടികളും മരച്ചില്ലകളും ജാലകത്തിനുള്ളിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. നേരിയ സൂര്യപ്രകാശമേ മുറിക്കുള്ളിലുള്ളൂ. ഒരു കട്ടിൽ മുറിക്കുള്ളിലുണ്ട്. കിടക്കയൊന്നും കാണാനില്ല. അവൾ ഞെട്ടി. താനപ്പോൾ കട്ടിലല്ലേ കിടക്കുന്നത്? അവൾ തല ഉയർത്തി നോക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. നല്ല വേദന. ഇതെന്താണിങ്ങനെ? അവൾ ചിന്തിച്ചു. തല പോലും അനക്കാൻ കഴിയുന്നില്ലല്ലോ. കിടന്ന കിടപ്പിൽ കണ്ട കാഴ്ചയാണിതെല്ലാം. മുറിക്കുള്ളിൽ മുഴുവൻ പൊടിയാണ്. ഇടതടവില്ലാതെ തന്നെ അലട്ടാറുണ്ടായിരുന്ന ശ്വാസതടസ്സത്തെക്കുറിച്ച് ഓർത്തതും അവൾ അത്ഭുതപ്പെട്ടു. തനിക്കിപ്പോ എന്തുകൊണ്ടത് വരുന്നില്ല? ഇത്രയും പൊടിയിൽ ആണ്ടുകിടന്നിട്ടും. ഒരു കട്ടിലും കാലൊടിയാറായ ഒരു കസേരയുമല്ലാതെ മറ്റൊന്നും അവൾക്ക് ആ മുറിയിൽ കാണുവാൻ സാധിച്ചില്ല. ഒരു പൂച്ച കരഞ്ഞത് കേട്ടതവൾ കാതോർത്തു. ഇപ്പോഴത് കേൾക്കുന്നില്ല. തോന്നിയതാണോ? ഈ അമ്മയുടെ എവിടെ പോയി? അവൾ പരിഭവിച്ചു. ഒന്നുറക്കി വിളിക്കണമെന്നുണ്ട്. പറ്റുന്നില്ല. ചെവിക്കരികൾ വണ്ടുകൾ മൂളുന്നു. അസഹ്യമായി തോന്നി അവൾക്ക്. പിന്നെയും തൻ്റെ മിഴി നീട്ടി അവൾ എന്തൊക്കെയോ കാണാൻ ആഗ്രഹിച്ചു. സാധിച്ചില്ല. വിശക്കുന്നല്ലോ എനിക്ക്. തൊണ്ട വരളുന്നു. ആരാണിത്തിരി വെള്ളം തരിക? അവളുടെ ഉള്ളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു. സമയം മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. വിശപ്പും ദാഹവും പിന്നെയും അവളെ തളർത്തി. തളർന്ന അവളുടെ മിഴികൾ ഒടുവിലത് കണ്ടെത്തി. തൻ്റെ സ്കൂൾ ബാഗ്. അവളുടെ കണ്ണുകൾ തിളങ്ങി. പക്ഷേ അതിനെയും പൊടിപടലങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. അതിൽ അമ്മ തന്നയച്ച ചോറ്റുപാത്രമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട വാട്ടർ ബോട്ടിലിൽ വെള്ളവും. അതെടുത്താൽ ആശ്വാസമായിരുന്നു. അവൾ ചിന്തിച്ചു. കൈ നീട്ടാൻ അവൾ ശ്രമിച്ചു. സാധിച്ചില്ല. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം അവൾ അവളുടെ കൈകളിലേക്ക് കണ്ണെത്തിച്ചു. അവൾ നടുങ്ങി. കയ്യിൽ നിറയെ മുറിവുകൾ. അതിൽ നിന്ന് പടർന്നൊഴുകുന്ന ചോര. അത് തറയാകെ വ്യാപിച്ചിരിക്കുന്നു. സ്ഥാനം തെറ്റിക്കിടക്കുന്ന യൂണിഫോം. ആ ഒരു നിമിഷം എല്ലാം അവൾക്ക് ഓർമ്മ വന്നു. താൻ ഏറെ സ്നേഹിച്ചവനൊപ്പം അമ്മയെപ്പോലും മറന്ന് സ്കൂളിൽ നിന്ന് ഓടിപ്പോന്നത്. അവൻ ഇങ്ങോട്ടായിരുന്നു തന്നെയും കൊണ്ടുവന്നത്. അവൻ്റെ വീട്ടിലേക്കായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇതാണോ അവൻ്റെ വീട്? പിന്നീട് എന്തുണ്ടായി? അവളുടെ നെഞ്ചു പിടഞ്ഞു. ചതിക്കപ്പെട്ടോ താൻ? പക്ഷേ അവനെവിടെ? താൻ ഉണർന്ന് ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ അവൻ. അവളുടെ കണ്ണുകൾ നീറി. അമ്മയെന്നുറക്കി കരയണമെന്ന് ആശിച്ചു. കഴിഞ്ഞില്ല. പതിയെ അവളുടെ കാഴ്ച മങ്ങി. അടയാൻ വെമ്പി നിന്ന മിഴികളെ അവൾ വാശിയാൽ വലിച്ചു തുറന്നു. അപ്പോൾ കാഴ്ചകളെല്ലാം അവൾക്ക് മുന്നിൽ കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്. അതിനുള്ളിലെ അതേപോലെ ഒരു മുറി. തകർന്ന കട്ടിൽ. ജാലകത്തിലൂടെ പാതിയും ഉള്ളിലെത്തിയ നാനാവിധം ചെടികൾ. എങ്ങും പൊടിപടലം. ചുറ്റും ചീവീടുകളുടെ ശബ്ദം. പകലോ രാത്രിയെന്ന് തിരിച്ചറിയാൻ അവൾക്ക് സാധിച്ചില്ല. നെഞ്ചു തകർന്ന് അവൾ കണ്ണെത്തിച്ച് സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചുന്തി. ചോരയൊലിക്കുന്ന മുറിവുകൾക്ക് പകരം മാംസം അഴുകി ഏറെക്കുറെ പുറത്തായ അസ്ഥികൾ. അവൾക്ക് തല പെരുത്തു. കാതിനരികിൽ കേൾക്കുന്നത് വണ്ടുകളുടെ മൂളലല്ല, തൻ്റെ ഹൃദയം വരെ തുറന്ന് തിന്നു തീർത്ത ഈച്ചകൾ. തൻ്റെ മാംസം തീർന്നതിലുള്ള പരാതിയാവാം അവർ പറയുന്നത്. അടർന്നു വീണ കണ്ണോടെ അവൾ ബാഗിലേക്ക് നോക്കി. തന്നെ തിന്നു തീർത്തിട്ട് അവയെല്ലാം കൂട്ടത്തോടെ ബാഗ് ലക്ഷ്യം വെച്ച് പറക്കുന്നത് അവൾ കണ്ടു. അമ്മയുടെ ചോറ് ഇനി അവരെങ്കിലും കഴിക്കട്ടെ.
എന്നും ചോറ്റുപാത്രത്തിൽ താൻ ബാക്കി വെച്ച ചോറിലേക്ക് നോക്കുന്ന അമ്മയുടെ പരിഭവം നിറഞ്ഞ മിഴികൾ അവൾക്ക് ഓർമ്മ വന്നു. ജീർണിച്ച അമ്മയുടെ മകൾക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല അമ്മേ എന്ന് അവളുടെ പുഴുക്കളരിക്കുന്ന ഹൃദയം കേണു. അവളുടെ അടർന്നു തുടങ്ങിയ കൺകുഴിയിൽ നിന്നും കണ്ണുനീരിന് പകരം ഒരു മുഴുത്ത ഈച്ച പുറത്തേക്ക് ഇറങ്ങി വന്നു. ബാഗിനെ ലക്ഷ്യം വെച്ച് പറന്നു.